ഹായ് ഹലോ അസ്സാം വലൈക്കും. പിന്നെ എനിക്ക് ഇന്നലെ ഒരു കമൻറ്റ് വന്നതാണ്. ഇത്രയും നാൾ നെജിലയുടെ കൂടെ നിന്ന് നെജിലയുടെ ഒപ്പം നിന്ന് നെജിലയിൽ നിന്നും പല കാര്യങ്ങളും ചോർത്തിയെടുത്തതിന് ശേഷം നെജിലയ്ക്കെതിരെ വീഡിയോസ് ഇടുക, നെജിലയ്ക്കെതിരെ പറയുക എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കമൻറ്റ് ഇവിടെ വെക്കാട്ടോ. അപ്പോൾ ഈ പറയുന്ന ആളുകളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്നലെ അവൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൽ പറയുന്നുണ്ട്, ഷാനിൻ്റെ അസുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവന് എന്തൊക്കെ അസുഖമുണ്ട് എന്നുള്ളതും, അറ്റാക്ക് വന്നതാണെന്നുള്ളതും, കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്നുള്ളതും, കണ്ണിന് മഞ്ഞപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ അവൾ വീഡിയോസിൽ വന്ന് പറയുന്നുണ്ട് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത്. മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ടെസ്റ്റിനും കാര്യങ്ങൾക്കും തന്നിട്ടുണ്ട് എന്നുള്ളതും മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ആ ടെസ്റ്റുകൾ ഇന്നുവരെയും ചെയ്തില്ല? നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മറുപടി ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഹസ്ബൻഡാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം മേടിക്കേണ്ടതിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ TV മേടിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന വാഷിംഗ് മെഷീൻ, ഇനി എത്ര കുറഞ്ഞ ചിലവിലായും ഈ വാഷിംഗ് മെഷീൻ മേടിക്കേണ്ടതിലേക്കൊക്കെയാണോ നമ്മൾ പോവുക? നമ്മുടെ ശരീരത്തിൽ എന്താണോ അസുഖമുള്ളത് ആ അസുഖത്തിന് വേണ്ട ചികിത്സ തേടുകയല്ലേ ചെയ്യുക? പക്ഷേ ഈ സ്ത്രീ ഇന്നുവരെയും ആ ടെസ്റ്റുകൾ ചെയ്യണം, ഈ ടെസ്റ്റുകൾ ചെയ്യണം എന്ന് പറയുകയല്ലാതെ കൂടെ താമസിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഓരോ ടെസ്റ്റുകൾക്കും ആ സ്ത്രീ മുൻകൈ എടുത്തിട്ടില്ല. അവനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിച്ചോട്ടെ, അവനെന്തെങ്കിലും പറ്റുകയാണെങ്കിൽ പറ്റിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് ഈ സ്ത്രീ വിടുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ വീണ്ടും നമ്മൾ അവൾക്ക് ഒപ്പം നിന്ന് സപ്പോർട്ട് കൊടുക്കുകയാണോ വേണ്ടത്? നിങ്ങൾ പറയൂ. പിന്നെ ഈ പറയുന്ന ഷുഗറാണ്, ഷുഗറുമായി ബന്ധപ്പെട്ട് പല അസുഖങ്ങളും ഉണ്ട്, അതുകൊണ്ട് തന്നെ അവന് മദ്യപാനം നിർത്തുന്നതിനുള്ള പൊടി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മളോട് പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നു അവന് പല ഇതുകൊണ്ട് അത് കാരണം അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. രണ്ട് തരത്തിൽ മാറ്റി പല സമയങ്ങളിൽ വന്ന് പറയുന്ന ഈ സ്ത്രീയെ വിശ്വസിക്കുന്ന നിങ്ങളോടാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. കൂടെ ജീവിക്കുന്ന വ്യക്തി മരണപ്പെട്ടു പോയാൽ സിമ്പതി കിട്ടുമെന്നും താൻ ചവിട്ടി പുറത്താക്കി എന്ന് പറയുകയില്ലല്ലോ എന്ന് നമ്മളോട് നേരിട്ട് പറയുമ്പോൾ നമ്മൾ പിന്നെ എന്താണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത്? അവൻ മരിച്ചോട്ടെ, അവൻ എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ തള്ളിക്കളയുകയാണോ വേണ്ടത്? വീണ്ടും അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുകയാണോ വേണ്ടത്? നിങ്ങൾ പറയൂ, കൂടെ കൂട്ടുകയാണോ വേണ്ടത്? അതേപോലെ തന്നെ സ്വന്തം മോളുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ നേരമില്ലെന്നും സമയമില്ലെന്നും പറയുന്ന ഈ സ്ത്രീ ഇപ്പം എന്തോ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. ആ ബിസിനസ്സിനായാലും പണം വേണം. ഇനിയിപ്പോൾ TV ആയാലും ഇത്രയും നാളും ആ സ്ത്രീ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? TV ഇവിടെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇപ്പം പറയുന്നത് മക്കൾക്ക് TV അത്യാവശ്യമാണെന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു സംഭവം ആ സ്ത്രീ മാറി പറയുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം മകൾക്ക് വേണ്ടി പണം മാറ്റി വെക്കാനില്ലെന്നും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം മാറ്റി വെക്കാനുണ്ടെന്നും പറയുന്ന ഈ സ്ത്രീയുടെ കൂടെ നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? പറയൂ. സ്വന്തം പിന്നെ മോൾക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടി ഇങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയണമെന്ന് പറഞ്ഞ് ഏതൊരു ഉമ്മയും അതിൻ്റേതായ രീതിയിൽ ഇറങ്ങി പുറപ്പെടില്ലേ? നമ്മളോട് പറഞ്ഞു കേസ് കൊടുത്തിട്ടുണ്ട്, അതിന് നമ്മൾ അതിൻ്റേതായിട്ട് പിന്നാലെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെയും എന്നെയും പൊട്ടന്മാരാക്കുമ്പോൾ അത് ചോദ്യം ചെയ്യരുത് എന്നാണോ പറയുന്നത്? ഞാനൊരു ഉമ്മയാണ്, എൻ്റെ ഒരു മോൾക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അതിനെതിരെ പ്രതികരിക്കും. എൻ്റെ കൂടെ ജീവിക്കുന്ന വ്യക്തി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ചെയ്യും. ഇത് അങ്ങനെ ഒന്നുമില്ലാതെ പൊതുജനങ്ങളെ പൊട്ടന്മാരാക്കി കൊണ്ടാണ് ഈ സ്ത്രീ ഇതാ കോടതി എത്തി, ഇതാ ഇവിടെ എത്തി എന്ന് പറയുന്നത്. പിന്നെ ഈ സ്ത്രീ പറയുന്നത് പോലെ എനിക്ക് പൈസ അയച്ചു തന്നതിൻ്റെ അല്ലെങ്കിൽ എനിക്ക് 2 അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ സ്ത്രീ ഇന്നലത്തെ വീഡിയോസിൽ പറയുന്നുണ്ട് 2 അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതിലൊരു പിന്നെ സ്കൂട്ടർ എടുത്തതിൻ്റെ പേരിൽ പിന്നെ ഞാൻ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, പിന്നീട് വേറൊരു അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത് പറയുന്നു. അപ്പോൾ ഈ സ്ത്രീയുടെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കണം. ഞാൻ പറഞ്ഞല്ലോ 2 അക്കൗണ്ട് ഉണ്ട് ഈ സ്ത്രീക്ക് എന്നുള്ളത്, ഒരെണ്ണത്തിൽ നിന്ന് പണം മറ്റൊരെണ്ണത്തിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന സ്ത്രീ പറയുന്നു എൻ്റെ ജിപേയും കാര്യങ്ങളും ഞാൻ ഒരാൾക്കും കൈകാര്യം ചെയ്യാൻ കൊടുത്തിട്ടില്ലെന്ന്. കൈകാര്യം ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മളും പറയുന്നില്ല. അതങ്ങനെ തന്നെയാണ്. ഓരോരുത്തർ സ്വകാര്യമായി വെക്കുന്നത് ഓരോരുത്തർ സ്വകാര്യമായിട്ട് തന്നെയാണ് വെക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സ്ത്രീ തന്നെ വന്നിട്ട് ഈ സ്ത്രീയുടെ ലൈവിൽ വീഡിയോസിൽ സത്യമായിട്ട് പറയുന്നുണ്ട് എന്തെന്ന്? ഷാനിൻ്റെ അസുഖത്തെക്കുറിച്ചും അതിന് ഓരോ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതിനെക്കുറിച്ചും. ഇന്ന് മാത്രമല്ല, ഇതിന് മുൻപും ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര നാളുകളായി ഇത് പറച്ചിൽ തുടങ്ങിയിട്ട് എന്തുകൊണ്ട് ഈ പറയുന്ന കൂടെ ജീവിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഒരു ഇത് ചെയ്യുന്നില്ല?
ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഈ സ്ത്രീ ഫ്രോഡാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിക്കുന്നത്. അവിടെ സ്വന്തം മോളില്ല, കൂടെ ജീവിക്കുന്ന വ്യക്തിയില്ല. ആ വ്യക്തിയുടെ ജീവന് പോലും ഒരു വില കൽപ്പിക്കാത്ത ഒരു സ്ത്രീയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷവും നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഈ സ്ത്രീ ശരിയല്ല, ക്രിമിനലാണ്, പക്കാ ഫ്രോഡാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താണത് ചെയ്യുക? അതിൽ നിന്നും പിന്മാറി ഞാൻ നിങ്ങളെ സത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക തന്നെയാണ് ചെയ്യുക. അതായത് ഇപ്പം വേറൊരു കമൻറ്റ് വന്നതാണ്, നീ ആ മോളേനെ കുറിച്ചല്ലടി പറയണത്, നീ ആ മോളേനെ കുറിച്ചല്ലടി അവനെ വെച്ച് അപവാദം പറയുന്നത്. ഈ പറയുന്ന ചപ്പീന ബീവിയും രായമ്മയും കൂടി ആ കുട്ടീനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. 4 അച്ഛനിൽ നിന്ന് ആ കുട്ടിക്ക് ശാരീരിക പീഡനം അനുഭവിച്ചിട്ടുണ്ട്. അത്രയും മനസ്സിൽ വിഷമം തട്ടുന്ന രീതിയിൽ ആ കുട്ടിക്ക് വിഷമം തട്ടുന്ന രീതിയിൽ ആ കുട്ടി അങ്ങനെയുള്ള ഇത് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്, അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ സോഷ്യൽ മീഡിയയിൽ ആ കുട്ടി വന്ന് പറയുമ്പോഴും ആ ഒരു വീഡിയോസ് പിൻവലിക്കാനോ അതിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനോ സ്വന്തം ഉമ്മ ഇറങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്നോട് വന്നിട്ട് ഞാൻ ആ കുട്ടീനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നില്ല. എന്താണ് നിങ്ങൾക്ക് അതിനർത്ഥമുള്ളത്? എന്താണ് അതിനൊരു അർത്ഥമുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? സ്വന്തം മോളേനെ മുൻനിർത്തിയിട്ടാണ് എൻ്റെ യൂട്യൂബേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നത്? തൻ്റെ കൂടെ ജീവിക്കുന്ന വ്യക്തിയിൽ നിന്നും ആ കുട്ടിക്ക് മാനസിക പീഡനവും ശാരീരിക പീഡനം ആ കുട്ടീനെ അവിടെ ഞെരടിയിട്ടുണ്ട് ഇവിടെ ഞെരടിയിട്ടുണ്ട് എന്നുള്ളത് പറയുമ്പോൾ ഏതൊരു ഉമ്മയും പ്രതികരിക്കില്ലേ? കൂടെ താമസിക്കുന്നവനെ അപ്പോഴേക്കപ്പം ചവിട്ടി പുറത്താക്കില്ലേ? ഇവൾ ഞങ്ങളേനൊക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഷാനിനോട് ചോദിച്ച്, കഴുത്തിന് കുത്തിപ്പിടിച്ച് ഞാൻ ചോദിച്ച്, നീ എൻ്റെ മോളെ എന്ത് ചെയ്തടാന്ന് ചോദിച്ച്. അന്ന് അവിടെ പ്രശ്നമുണ്ടായി, വഴക്കുണ്ടായി. അവൻ പുറത്തതാ കാറിൽ കിടക്കുന്നു, വാപ്പ വന്നു അടി ഉണ്ടാക്കി, കാറിൻ്റെ ചില്ല് തല്ലി പൊട്ടിച്ചു, ഇതാക്കിയതൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് ഇവൾ പറയണം, ഇനി ഞാൻ അവൻ്റെ കൂടെ ജീവിക്കില്ല, ഇനി എനിക്ക് അവനെ വേണ്ട, ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന് ഞങ്ങൾക്ക് എന്താണ് ചെയ്തു തരാൻ പറ്റുക? അതിന് എന്നെ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക? എനിക്ക് വീടിനുള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ എവിടേക്ക് പോവായിരുന്നു, മാറി താമസിക്കായിരുന്നൊക്കെ ഈ കണ്ണീരോട് കൂടി ഈ സ്ത്രീ വിളിച്ച് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മറുപടിയേ കൊടുത്തിട്ടുള്ളൂ, അതിനനുസരിച്ചുള്ള സഹായങ്ങളെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു വാക്ക് പറയും, കുറച്ച് കഴിഞ്ഞ് വേറൊരു വാക്ക് പറയും. അപ്പോൾ അതിനെതിരെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? എനിക്ക് വയ്യ കേട്ടോ, ചുമയും കാര്യങ്ങളും പനിയൊക്കെ ഉണ്ട്. എൻ്റെ മക്കളുടെ പനി എനിക്ക് വന്നു, അതാണ് എനിക്ക് എൻ്റെ മൂക്ക് ഇങ്ങനെ അരിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ മൂക്ക് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ പറയും, എനിക്ക് ചില ആൾക്കാർ വന്ന് പറയും, നിനക്ക് വൃത്തിയുണ്ടോടി, നീ മൂക്കല്ലടി പിടിക്കണം, നീ അവിടെ അല്ലടി പിടിക്കണം എന്നുള്ളത്. വയ്യ, പനിയാണ്, 3 മക്കൾക്കും പനിയാണ്, തൊണ്ടയൊക്കെ സൗണ്ട് പോയിക്കണം, അപ്പം അതിൻ്റെയൊക്കെ ഒരു കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇത്രയാണ് പറയാൻ വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് ഞാൻ മാറി, തെറ്റുള്ളൊരു സ്ഥലത്ത് നിൽക്കണം എന്നുള്ളത് ഒരാളും പറയുന്നില്ല. മനസ്സിലായില്ലേ? എനിക്ക് എൻ്റെ തെറ്റെന്താണെന്ന് മനസ്സിലായി, ശരി ഏത് ഭാഗത്താണെന്നുള്ളത് മനസ്സിലായി എന്ന് കരുതി ഞാൻ ഈ പറയുന്ന രായമ്മേനെ താങ്ങുകയല്ല. അവൾ ചെയ്ത തെറ്റുകളുണ്ട്, അതിനെതിരെ ഞാൻ പ്രതികരിക്കും. കാരണം എനിക്കറിയേണ്ടത് സ്രബി വീത്ത കൂട്ടിക്കൊടുപ്പുകാരിയാണ്. അവർ സ്വന്തം മകളെ കൂട്ടിക്കൊടുത്തിട്ടുണ്ടോ? അവരാരുടെ കയ്യിൽ നിന്നെങ്കിലും പണം പറ്റിയിട്ടുണ്ടോ? ഇതൊക്കെ ആരറിഞ്ഞേ പറ്റുള്ളൂ. പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ടാണ് പറഞ്ഞത്. നാളെ ഒരു കേസ് കോടതിയിൽ വിളിക്കുമ്പോഴും അതിൻ്റെ അപ്ഡേഷൻ നമ്മൾ ഈ ചാനൽ വഴി നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അവിടെ എന്തുണ്ടായി, എന്തൊക്കെ രേഖകൾ കൊടുത്തു എന്നുള്ളതൊക്കെ. മനസ്സിലായില്ലേ? ഒരു കുടുംബത്തും കയറിയിട്ട് ആ ഉമ്മ കളിച്ചിട്ടില്ല, ഒരാളുടെ വീട്ടിലേക്കും ആ ഉമ്മ കയറി ചെന്നിട്ടില്ല. മനസ്സിലായില്ലേ? പിന്നെ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ആ ഉമ്മയുടെ കയ്യിൽ പറയുന്നുണ്ട്. പണം പറ്റിച്ചെന്ന്. അസ്രാത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മേടിച്ചതിനും തെളിവുണ്ട്, കൊടുത്തതിനും തെളിവുണ്ട്. അത് വേറെ കാര്യം, അത് വീഡിയോ തന്നെ തെളിവുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊന്നും ഇവിടെ വില പോവില്ല എന്നുള്ളതും ആ ഉമ്മക്ക് നല്ലതുപോലെ അറിയാം. ആ ഉമ്മയാണ് ചതിക്കപ്പെട്ടത്. മനസ്സിലായില്ലേ? ആ ഉമ്മയാണ് ചതിക്കപ്പെട്ടത്. ആ മോളുടെ കുടുംബജീവിതമാണ് തകർന്നത്. അതിനെതിരെ ഞാൻ വന്ന് പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇനി ഇതാര് എന്തു പറഞ്ഞാലും ശരി, നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും.